ഹായ് ഓൾ, കേരള PSC 2022 നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ഡയോറിറ്റിക്സ് കോസ് ഓട്ടോടോക്സിറ്റി വെൻ യൂസ്ഡ് ഇൻ കൺജക്ഷൻ വിത്ത് അമിനോഗ്ലൈക്കോസൈഡ്സ്. അമിനോഗ്ലൈക്കോസൈഡ്സ് ഓട്ടോടോക്സിറ്റി ഉണ്ടാക്കുന്നത് ഏതിൻ്റെ കൂടെ യൂസ് ചെയ്താലെന്ന് ഏതാണ് ആൻസർ? ഹൈ സീലിംഗ് ഡയോറിറ്റിക്സിൻ്റെ കൂടെ യൂസ് ചെയ്താൽ ഓട്ടോടോക്സിറ്റി ഉണ്ടാക്കും. അമിനോഗ്ലൈക്കോസൈഡ്സും ഹൈ സീലിംഗ് ഡയോറിറ്റിക്സും കൊടുക്കാൻ പാടില്ല. അതെന്താണ്? അപ്പം ഹൈ ഓട്ടോടോക്സിറ്റി ഉണ്ടാക്കും. നെക്സ്റ്റ്, ഡ്രഗ് ഹൗസിംഗ് മാർക്കറ്റ് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് ഏതിനാണ്? ഫ്ലുഫനാസിനാണ് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് ഉള്ളത്. ലെൻസപ്പിൻ, റിസ്പെരിഡോൺ, കൊട്ടിയാപ്പിനൊക്കെ അത് അട്ടിപ്പിക്കലാണ് അതൊക്കെ. അപ്പോൾ അതിന് എക്സ്ട്രാ പിരമിഡൽ കുറവാണ്. പക്ഷേങ്കിൽ ഇതിവിടെ ഫ്ലുഫനാസിൻ ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ആണ്. അതിന് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്റ്റ് കൂടുതലാണ്. നെക്സ്റ്റ്, സെലക്ട് ഷോർട്ട് ആക്ടിംഗ് ഡ്രഗ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡയഗ്നോസിസ് ഓഫ് മയസ്തീനിയ ഗ്രാവിസ്. മയസ്തീനിയ ഗ്രാവിസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് ആക്ടിംഗ് ഡയോറിറ്റിക് ഇതാണ് എഡ്രോഫോണിയം ഒരു ഇതാണ് ഷോർട്ട് ആക്ടിംഗ് ഡയോറിറ്റിക് ആണ്. നെക്സ്റ്റ്, കിറ്റാമിൻ ഏതാണ്? ഡിസോസിയേറ്റീവ് അനസ്തെറ്റിയാണ്. അത് അനസ്തെറ്റിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നതാണ്. ഒരു ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക്സ് ആണ് കിറ്റാമിൻ. നെക്സ്റ്റ്, ചൂസ് സെലക്റ്റീവ് സെറോട്ടോണിൻ റിയാപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്. SSRIസിനാണ് എക്സാമ്പിൾ ചോദിച്ചിരിക്കുന്നത്. ഇതാണ് സിറ്റലോപ്രാം, ഫ്ലോക്സെറ്റിൻ, ഫ്ലോക്സാമിൻ, അതൊക്കെ എന്താണ്? SSRIs ആണ്. ഇവിടെ സിറ്റലോപ്രാം ആണ് SSRIs. നെക്സ്റ്റ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആർ യൂസ്ഡ് ഫോർ എക്സെപ്റ്റ്. അത് കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ബ്രാഡികാർഡിയ എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് കുറയ്ക്കുകയാണ്, അതിന് യൂസ് ചെയ്യില്ല. ബാക്കി ഹൈപ്പർ ടെൻഷന് കൊടുക്കും, റൈനോൾഡ്സ് ഡിസീസിന് കൊടുക്കും, മൈഗ്രെയിൻ കൊടുക്കും, ഒക്കെ കൊടുക്കും. പക്ഷേങ്കിൽ ഹാർട്ട് റേറ്റ് നമ്മൾ കുറയ്ക്കാൻ ഒരിക്കലും എന്താണ് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് കൊടുക്കില്ല. ഹാർട്ട് റേറ്റ് കൂട്ടാനാണ് കൊടുക്കുക. നെക്സ്റ്റ്, ബ്രാഡികാർഡിയ സിറ്റുവേഷനിൽ കൊടുക്കില്ല. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് അറ്റിനലോൾ. അറ്റിനലോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കറാണ്. അത് കറക്റ്റാണ്, β1 ബ്ലോക്കറാണ്. ഇറ്റ് ഹാസ് നോ മെംബ്രെയിൻ സ്റ്റെബിലൈസിങ് എഫക്റ്റ്, അത് ശരിയാണ്. ഇറ്റ് ഹാസ് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, അത് തെറ്റാണ്. സെൻട്രൽ സൈഡ് എഫക്റ്റ് കുറവാണ്, അത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ്. ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഷോർട്ട് എന്ന് പറയുന്നത് തെറ്റാണ്. അറ്റിനലോളിന് ലോങ് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഉണ്ട്. നെക്സ്റ്റ്, ഗൈനക്കോമാസ്റ്റിയ ആൻഡ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ആർ ദ സൈഡ് എഫക്റ്റ് ഓഫ്. അത് ഓപ്ഷൻ കീറ്റോകൊണാസോളിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്റ്റാണ് ഗൈനക്കോമാസ്റ്റിയ ആൻഡ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്. 59, സെലക്ട് ദ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് യൂസ്ഡ് ഫോർ ഗ്ലോക്കോമ. അതാണ് പേര് തന്നെ ഉണ്ട്, ലെക്റ്റാനോപ്രോസ്റ്റ് ആണ്. 60, വിച്ച് വിറ്റാമിൻ ഷുഡ് ബി അഡ്മിനിസ്റ്റേർഡ് അലോങ് വിത്ത് ഐസോനിയാസിഡ്. ചാടിക്കയറി ആൻസർ ചെയ്യാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പിരിഡോക്സിൻ. 61, ഹൗ മെനി കോപ്പീസ് ഓഫ് സ്റ്റേറ്റ് രജിസ്റ്റേഴ്സ് ഓഫ് ഫാർമസിസ്റ്റ് ഷുഡ് സപ്ലൈ ടു ദ സെൻട്രൽ ഫാർമസി കൗൺസിൽ എവറി ഇയർ. എത്ര കോപ്പീസ് കൊടുക്കും? 5 കോപ്പീസ് നമ്മൾ കൊടുക്കുന്നതാണ്, 5 കോപ്പീസ്. നെക്സ്റ്റ്, അണ്ടർ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ദ റൂൾസ് ആർ ഡിവൈഡഡ് ഇൻ ടു ഹൗ മെനി പാർട്സ്. എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? ഇവിടെ ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ഇല്ല, ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ്, കീപ്പിംഗ് ഫോൾസ് അക്കൗണ്ട്സ് ഫോർ മേക്കിംഗ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്. എന്താണ് ഫോൾസ് അക്കൗണ്ട് അല്ലെങ്കിൽ മേക്കിംഗ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്? അത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൽ അതിൻ്റെ പണിഷ്മെൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് പണിഷ്മെൻറ്റ്? അത് 1 ഇയർ അല്ല, 2 ഇയർ അല്ല, 3 ഇയർ അല്ല. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്സിൽ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയാൽ 5 വർഷമാണ്, ഇംപ്രിസ്മെൻറ്റ് വിത്ത് 5 ഇയർ അല്ലെങ്കിൽ ഫൈൻ ഓർ ബോത്ത്. അപ്പോൾ കുറച്ച് വലിയ ഒരു ഇംപ്രിസ്മെൻറ്റാണ് അത്. ഫോൾസ് അക്കൗണ്ട് ഉണ്ടാക്കിയാൽ 5 ഇയേഴ്സ് അല്ലെങ്കിൽ ഫൈൻ ഓർ ബോത്താണ്. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൽ ഫോൾസ് ക്ലെയിം ഉണ്ടാക്കിയാൽ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ഒപ്പിയം
sale of opium to sale government owned manufacturing chemists can be made only from government opium factory located at അതെവിടെയാ ഗാസിപൂരാണ്. എല്ലാവർക്കും അറിയാം ഗാസിപൂരാണ് opium factory. പിന്നെ നിയമിച്ചുണ്ട്. നെക്സ്റ്റ് വിച്ച് കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ദാറ്റ് ആർ പ്രൊഹിബിറ്റഡ് ടു ബി ഇമ്പോർട്ടഡ്. ഏതാണ്? മിസ്ബ്രാൻഡഡ് ഡ്രഗ് നമുക്ക് അത് പിന്നെ ഡ്രഗ്സ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആൻസർ മിസ്ബ്രാൻഡഡ് ആണ്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ദ PCI മെമ്പർ ഡയറക്ടർ ഓഫ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി ഷുഡ് ബി. എത്രയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ PCI മെമ്പർക്ക്? അതെന്താണ്? അവർ എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. ആര്? PCIൻ്റെ ഡയറക്ടർ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി ആരാണ്? അവർ എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. നെക്സ്റ്റ് ദ ലാബൽ ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സ് കണ്ടെയ്ൻ ദ സിമ്പിൾ ഇൻ ലെഫ്റ്റ് ഹാൻഡ് കോർണർ. എത്രയാണ്? അത് ഷെഡ്യൂൾ എക്സിന് XRX എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡിൽ ലെഫ്റ്റ് സൈഡിൽ XRX എന്ന് എഴുതിയിരിക്കും ഷെഡ്യൂൾ എക്സിന്. അത് എക്സ് എന്ന് ആലോചിച്ചാൽ മതി. എക്സ് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും ഷെഡ്യൂൾ എക്സ് ഡ്രഗ്സിന്. നെക്സ്റ്റ് ദ ഷെഡ്യൂൾ വിച്ച് ഡിസ്ക്രൈബ് ദ ലൈഫ് പീരീഡ് ഓഫ് ഡ്രഗ്സ്. ലൈഫ് പീരീഡ്സ് ഓഫ് ഡ്രഗ് ഏതാണ്? ഷെഡ്യൂൾ P ആണ് ലൈഫ് പീരീഡ്. P1 ഏതാണ്? പാക്ക് സൈസ് ആണ്. നെക്സ്റ്റ് വിച്ച് വെൻ ദ ഡ്രഗ് ലാബിൾഡ് ഇസ് നോട്ട് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ ഇറ്റ് ഈസ് ഡീംഡ് ടു ബി. പ്രിസ്ക്രൈബ്ഡ് മാനറിലല്ല അത് ഉള്ളതെന്ന് വെച്ചാൽ അതൊരു മിസ്ബ്രാൻഡഡ് ഡ്രഗ് ആയിരിക്കും. ഇഫ് ദ ഡ്രഗ് ലാബലിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, മിസ്ബ്രാൻഡഡ് ആണ്. നെക്സ്റ്റ് ദ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ദ ഡ്രഗ് മെൻഷൻ ഇൻ ഷെഡ്യൂൾ J ഈസ്. ഏതാണ്? പ്രൊഹിബിറ്റ് ആണ്. ഷെഡ്യൂൾ J അസുഖങ്ങൾ മാറ്റിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് അത് പ്രൊഹിബിറ്റഡ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ഡ്രഗ്സ്. ഇത്രയും മതി. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.